സങ്കീർത്തനം 121 അധ്യായം. കർത്താവ് എൻ്റെ കാവൽക്കാരൻ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകളുയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങിയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തോളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തോളും. ആമേൻ. ഇന്ന് കർത്താവ് നമ്മളോട് പറയുവാണ്, ദൈവത്തെ മറന്ന് സ്വന്തം ബുദ്ധിയിലും കഴിവിലും ബലത്തിലും മറ്റ് വ്യക്തികളെയും ആശ്രയിക്കുന്നവരാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ തകർന്നു പോകുന്നത്, നിരാശയിൽ പെട്ടുപോകുന്നത്. എന്നാൽ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ നമ്മളെ അസ്വസ്ഥപ്പെടുന്ന ചിന്തകൾ, ആകുലതകൾ ഇവയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് എറിഞ്ഞു കൊടുക്കാം. കർത്താവിൻ്റെ കരബലത്തിൽ നമുക്ക് ആശ്രയിക്കാം. അവിടുന്ന് നമ്മളെ പരിപാലിക്കും, വഴി നടത്തും എന്ന് അതരം കൊണ്ട് പറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യാം. ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നമുക്കും ഏറ്റുപറയാം, കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ, എനിക്ക് തണലേകാൻ അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.